എനിക്ക് മുമ്പ് ആദ്യം സംസാരിച്ച ബഹുമാനായിട്ടുള്ള സാറ് പറഞ്ഞ പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാം അറിയുന്നുണ്ട്. പക്ഷേ എല്ലാം അദ്ദേഹം വേണ്ട സമയത്തെ അവതരിക്കുള്ളൂ. സാർ, ഇതിനകത്തൊരു രാഷ്ട്രീയം എന്നത് പറഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയം KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും മൂന്ന് പേരും തമ്മിലുള്ള ഈ മൂക്കുളമ തർക്കത്തിൽ കേരളത്തിന്റെ ജനങ്ങളെ വിഡ്ഢിയാസുരന്മാരാക്കാനുള്ള ഒരു നാടകം കളിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KC അതിനെ എതിർക്കുന്നു, ഇപ്പുറത്ത് VD അറിയില്ല എന്ന് പറയപ്പെടുന്നു, രമേശ് ചെന്നിത്തല ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. നോക്കുന്നൊരു സർക്കാരാണ്. VD സതീശൻ അവർകളത് അറിയില്ല എന്ന് പറയപ്പെടുന്നതിൽ കൃത്യമായൊരു നാടകമുണ്ട്. ഇതൊരു ടെസ്റ്റ് ഡോസ് അങ്ങനെ അടിച്ചു കൊടുത്തു, ഇത് എത്രത്തോളം പ്രകമ്പനങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകുമെന്നും നോക്കുന്നു. ആ നോക്കിയതിന് ശേഷം ഘട്ടമായിട്ട് ഇതൊക്കെ നടപ്പിലാക്കുക എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക രീതിയാണ് കോൺഗ്രസ് സർക്കാർ അവലംബിക്കുന്നത് എന്നാണ് ഒരു ശരാശരി രാഷ്ട്രീയ ചിന്താഗതിയിലനുസരിച്ച് ആര് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ചർച്ച വന്നില്ലേ? ഇന്നത്തെ ചർച്ച നോക്കുമ്പോൾ ഉരുത്തിരിഞ്ഞു വരില്ലേ? ഉരുത്തിരിഞ്ഞു വരുന്നതിന് സമയത്ത് ക്യാബിനറ്റിലേക്ക് ഈ വിഷയം വരുമ്പോൾ ഒരു ചർച്ചയില്ല. 10,000 കോടി രൂപ കേരള സർക്കാരിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ കൂടുന്ന രീതിയിലേക്കും ഇവിടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴും ഇന്നത്തെ വിഴിഞ്ഞത്തിന്റെ കപ്പാസിറ്റിയുടെ 3.65 മടങ്ങ് വ്യത്യാസം വരുന്ന ഒരു രീതിയിലേക്ക് ഭാവി കേരളത്തിലേക്ക് ഗുണകരമാകുന്ന ഒരു രീതി ഉണ്ടാകുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഡെവലപ്മെന്റിന് VD സതീശന്റെ ബഡ്ജറ്റിലടക്കം പറഞ്ഞ സമയത്ത്, അതിന്റെ ചർച്ചയിലടക്കം പറയുന്ന സമയത്തും അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം മാത്രമല്ല നമുക്ക് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളത്, പുറമേയുള്ള ഇൻവെസ്റ്റ്മെന്റുകളടക്കം വിദേശ ഇൻവെസ്റ്റ്മെന്റുകളടക്കം നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടാണ് ചെയ്യുക. അതാണ് ഇവർ ലോക കേരള സഭ നടത്തിയത്. അതാണ് ഇടതുപക്ഷം ലോക കേരള സഭ എത്ര തവണ നടത്തി? ഒരു ഗുണമുണ്ടായില്ല എന്നുള്ളത് വേറെ കാര്യം. നോക്കൂ, ജിമ്മ് അതിനു മുൻപ് നടത്തി. അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് വിചാരിച്ച പോലെ തൊഴിൽ മേഖല സാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഇവരെല്ലാ സർക്കാരുകളും പിന്തുടർന്നു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇടതുപക്ഷവും രാഷ്ട്രീയം ഇപ്പൊ ഇടതുപക്ഷം പ്രതിപക്ഷത്തായതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ. ആ മണലൂരിന്ന് ജയിച്ചു വന്നിട്ടുള്ള ബഹുമാനായിട്ടുള്ള രവീന്ദ്രൻ മാഷെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇത് 2 ദിവസം മുൻപ് നിയമസഭയിൽ പറഞ്ഞ പോലെയുള്ള ഇതൊരു വിചിത്രമായിട്ടുള്ളൊരു സംഭവം കൊണ്ടുവരും. അതിലൊരു സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവാത്ത നിരവധി കാര്യങ്ങളും അദ്ദേഹം അതിനകത്ത് പറയുന്നു. ഇപ്പൊ കുത്തക എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ കലക്കിക്കൊണ്ടിരിക്കും. ഇത് പറയാൻ മഞ്ജുഷ് നേരത്തെ ചോദിച്ച പോലെ CPM-ന് യാതൊരുവിധ അവകാശവും ഇല്ല. കാരണം അവർക്ക് പക്ഷേ അവരുടെ നിലപാട് പറയാം എന്നതേ ഉള്ളൂ. അത് മാത്രമല്ല അവർ ഇതിനകത്തൊരു അബദ്ധത്തിലും ഞങ്ങളുടെ വികസന നേട്ടം ആദ്യം ഞങ്ങളുടെ വികസന നേട്ടം എന്ന രീതിയിൽ ദീർഘവീക്ഷണമുള്ള നിലപാട്. അങ്ങനെയാണെങ്കിൽ CPM എന്തിനാണ് ഇക്കാര്യം തിരുത്തൽ വരുത്തിയത്? അല്ല അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ